ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നേർവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവം ശുശ്രൂഷിപ്പാൻ കർത്താവ് തന്ന അവസരത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി 2 കൊരിന്ത്യർ 3-ാം അധ്യായം 12-ാം വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 12-ാം വാക്യം. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലെ സഭയോട് പറഞ്ഞ അല്ലെങ്കിൽ അവർക്ക് എഴുതിയപ്പോൾ അവരോട് പറഞ്ഞ ഒരു വാചകമാണ് നാം വായിച്ചത്. 2 കൊരിന്ത്യർക്ക് ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, കൊരിന്ത്യർ 2-ാമത്തെ ലേഖനം 1 മുതൽ 5 വരെ അധ്യായങ്ങൾ ഞങ്ങൾ എന്ന് കാണാം. അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ ആണത് വന്നിരിക്കുന്നത്. 6-ാം അധ്യായം മുതൽ നിങ്ങളെന്നാണ്. അപ്പോൾ ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. എന്താണ് പൗലോസിൻ്റെ പ്രാഗൽഭ്യത്തിന് കാരണം? ഈ വിധം പ്രത്യാശയുള്ളവരായി വളരെ ആ പ്രത്യാശയാണ് പൗലോസ് അത്ര പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ കാരണം. ഈ 3-4 അധ്യായങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ആത്മീയ പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാണാം. 3-ാം അധ്യായത്തിൽ 2 തരം തേജസ്സും മാത്രമല്ല, അല്ലെങ്കിൽ പഴയ നിയമ ശുശ്രൂഷയും പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയും തമ്മിൽ താരതമ്യപ്പെടുത്തി അതിൻ്റെ പ്രത്യേകത എടുത്തു പറഞ്ഞ് പുതിയ നിയമ ശുശ്രൂഷയിൽ അതിൻ്റെ 18-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന വസ്തുത പറയുന്നു. 4-ാം അധ്യായത്തിൽ അത്യന്ത ശക്തി എങ്ങനെ വ്യാപരിക്കുന്നുവെന്നും അതിൻ്റെ പ്രത്യേകത എന്തെന്നും പറയുന്നു. 5-ാം അധ്യായത്തിൽ കൂടാരമായ ഞങ്ങളുടെ ബഹുമാനം അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ കാഴ്ചയല്ല വിശ്വാസത്തിൽ ഞങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രത്യേകത അപ്പോസ്തലൻ പറയുന്നു. ഞാൻ അങ്ങോട്ടൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. 4-5 അധ്യായങ്ങളിൽ നിന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. അത് യൂട്യൂബിലുണ്ട്. ഈ വാക്യത്തിലെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. അവിടെ പറയുന്നത് ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. അതിന് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ കാരണം ഞങ്ങൾക്ക് ലഭിച്ച പ്രത്യാശയുടെ ശ്രേഷ്ഠതയാണ്. പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയും പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയും അപ്പോസ്തലനോട് എടുത്തു പറയുന്നു. നീക്കം വരുന്നത് കല്ലിൽ അക്ഷരമായി കൊത്തിയ മന്ന ശുശ്രൂഷയെന്നും നീക്കം വരുന്നതെന്നും ഒക്കെ ആ പഴയ നിയമ ശുശ്രൂഷയെ പറയുന്നുണ്ട്. എന്നാൽ അവിടെ അത് നീങ്ങിപ്പോകുന്നതാണ്. അതിന് തേജസ് ഉണ്ടായിരുന്നു, പക്ഷേ ആ തേജസ് നീങ്ങുന്നതായിരുന്നു. ഞാൻ എൻ്റെ വിശദാംശങ്ങളോട് കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് പുതിയ നിയമ ശുശ്രൂഷ തേജസ്സേറിയതും നിലനിൽക്കുന്നതുമാണ്. മാത്രമല്ല ആ തേജസ് പഴയ നിയമ ശുശ്രൂഷ മോശയുടെ മുഖത്ത് വിളങ്ങിയ ദൈവ തേജസ് അത് നീങ്ങിപ്പോകുന്നതായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എന്നാൽ പുതിയ നിയമ ശുശ്രൂഷയിൽ എന്ത് ചെയ്യുന്നു? മോശയുടെ മുഖത്ത് മാത്രമേ അത് വിളങ്ങിയുള്ളൂ. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മോശയുടെ മുഖത്തിലെ ത്വക്ക് പ്രകാശിച്ചു. അത് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ ആ സംഭവം കാണാം. അപ്പോൾ അതിനെ ഉദ്ദേശിച്ചാണ്, അതിനെ എടുത്ത് സാമ്യപ്പെടുത്തിയാണ് അപ്പോസ്തലനോട് പറയുന്നത്. ആ ശുശ്രൂഷയുടെ പ്രത്യേകത ഒരു വ്യക്തിയുടെ ആന്തരികമായ രൂപാന്തരം മൂലം സംഭവിക്കുന്നില്ല. എന്നാൽ ഈ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരാകുവാൻ അവൻ ഞങ്ങളെ പ്രാപ്തരാക്കിയെന്ന് പോലെ പറയുന്നു. ഈ ശുശ്രൂഷയുടെ പ്രത്യേകത എന്ന 12-ാം വാക്യത്തിൽ പറഞ്ഞു, കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം മാറിപ്പോകുമെന്നും മൂടുപടം മാറിയാൽ ആ മുഖത്ത് എന്ത് സംഭവിക്കുമെന്നും പറയുന്നു. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ വ്യക്തിയെ സമൂലമായി രൂപാന്തരപ്പെടുത്തി അതേ തേജസ്സിന്മേൽ തേജസ് നൽകി അതേ പ്രതിമയായി കർത്താവായ യേശുവിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുത്തുന്ന ശുശ്രൂഷയാണ്. അത് നിലനിൽക്കുന്നതാണ്, തേജസ്സേറിയതാണ് എന്ന് പറഞ്ഞിട്ട്
അപ്പോസ്തലന് പറയാനുള്ളത്, ആ തേസിനെ അറിയുവാൻ കാണുവാൻ പ്രാപ്തനായവൻ എന്ത് ചെയ്യുന്നു? അവനോട് പറയുന്നു ഈ വിധം പ്രത്യാശയുള്ളവരായി. അപ്പോൾ ഈ തേസിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അറിഞ്ഞ പൗലോസ്, അത് അനുഭവിച്ച പൗലോസ് അപ്പോൾ പറയുന്നു, ഞങ്ങൾ പ്രാഗൽഭ്യത്തോട് സംസാരിക്കുന്നു. അതിനെക്കുറിച്ചാണ് എനിക്ക് ചിന്തിക്കാനുള്ള, മറ്റേ കാര്യമല്ല. ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. പൗലോസിന് ആ തേസിനെ കുറിച്ച് പറയാൻ തികഞ്ഞ പ്രാഗൽഭ്യമുണ്ട്, തികഞ്ഞ ധൈര്യം, ഉറപ്പ്. അപ്പോൾ പലയിടത്തും പ്രാഗൽഭ്യം എന്ന് പറഞ്ഞ വാക്ക് എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാം. സാധാരണ ഈ കർത്തവ്യമൊക്കെ നടക്കുന്ന സമയത്ത് പല സഭകളിലും ഞാൻ കണ്ടിട്ടുള്ളത്, പെന്തിക്കോസ്തുകാരുടെ മധ്യത്തിൽ പ്രത്യേകിച്ചും ചിലർ മാറിയിരിക്കുന്നത് കാണാം. അപ്പോൾ അവരോട് ചോദിച്ചാൽ, ഇപ്രാവശ്യം എടുക്കാൻ എനിക്ക് പ്രാഗൽഭ്യമില്ല എന്ന് പറഞ്ഞവരൊഴി. അപ്പോൾ പ്രാഗൽഭ്യം, ഞങ്ങൾ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു, മടിച്ചല്ല, ചൂളിയുമല്ല, ധൈര്യത്തോടെ, ഉറപ്പോടെ, നിർണയത്തോടെ ഞങ്ങൾ സംസാരിക്കുന്നു. ഞങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, ഞങ്ങൾ എന്ത് സ്വീകരിക്കുന്നു എന്നതിനെക്കുറിച്ച് എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. പൗലോസ് തന്നെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കാണാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ താൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, 19-ാം വാക്യം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യം. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകണമെന്നും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതും പ്രാർത്ഥിപ്പീൻ. പ്രാഗൽഭ്യത്തോടെ അറിയിക്കണം, പ്രാഗൽഭ്യത്തോടെ സംസാരിക്കണം. അപ്പോൾ ഒരു ദൈവപൈതലിന്, ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാന കാരണമാണ് ദൈവത്തോടും മനുഷ്യരോടും പ്രാഗൽഭ്യമുള്ള അനുഭവം. എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട്. 2-7-ാം അധ്യായത്തിലും നിങ്ങളോടുള്ള ഞങ്ങളുടെ പ്രാഗൽഭ്യം വലിയത് എന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. മാത്രമല്ല അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ അപ്പൊല്ലോസിന്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ 26-ാം വാക്യം, അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. ദൈവ പൈതലിന് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് പ്രാഗൽഭ്യം. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അതിൻ്റെ അർത്ഥം ധൈര്യമായി, ഉറപ്പോടെ, സംശയമല്ല, ഊഹാപോഹമല്ല, ഉത്തമ ബോധ്യമുള്ള കാര്യം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പോൾ ഈ 2-3 വാക്യങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട പ്രധാന കാര്യമാണ്, പ്രധാന അനുഭവമാണ് പ്രാഗൽഭ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യരോടും പ്രാഗൽഭ്യം നമുക്കുണ്ടായിരിക്കണം, ദൈവത്തോടും പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണ് സാധിക്കുക? പൗലോസ് കൊരിന്ത്യരോട് പറയുമ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ചൂളിപ്പോകുന്നില്ല. കാരണം ഈ വിധം പ്രത്യാശ ഉണ്ടായിട്ട് നിങ്ങളൊരു പ്രത്യാശ, വലിയ പ്രത്യാശ ഞങ്ങൾ നിലനിൽക്കുന്നു. തേസിന്മേൽ തേസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, വ്യക്തമായ ധൈര്യമുണ്ട്, പ്രാഗൽഭ്യത്തോട് സംസാരിക്കുന്നു. ഇന്നത്തെ കാലത്ത് പലരെയും അനുഭവത്തിൽ പല ചോദ്യങ്ങൾ വരുമ്പോൾ, പല കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാം. പലപ്പോഴും എനിക്ക് നല്ല പ്രാഗൽഭ്യമില്ല, അവൻ്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു എന്ന് പലരെക്കുറിച്ചും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ പൗലോസിന് അവൻ്റെ പ്രാഗൽഭ്യത്തിൻ്റെ അടിസ്ഥാനം ഒരു വലിയ പ്രത്യാശയാണ്, ഒരു വലിയ പ്രത്യാശ. മാത്രമല്ല ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്ന പറയുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ മറ്റേ വല്ല POC നോക്കിയപ്പോൾ ധൈര്യത്തോടെ, തമിഴിലും ഏതാണ്ട് ഇതേ അർത്ഥം തന്നെയാണ്, ധൈര്യത്തോടെ. അത് വെറും ഈ ധൈര്യം മാത്രമല്ല, അത് ഒരു വിധത്തിലും ചൂളിപ്പോകാത്ത, സംശയിക്കാത്ത, ധൈര്യമായി ധീരതയോടെ ഞാൻ പറയുന്നതിനെ കുറിച്ചുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന ബോധ്യം.
അതാ പ്രാഗൽഭ്യം. അപ്പോൾ ഞാൻ പ്രാഗൽഭ്യത്തോട് സംസാരിക്കുന്നു. അപ്പം നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും ദൈവവചനം പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് ദൈവത്തോട് വേണം, രണ്ടാമത് മനുഷ്യരുമായുള്ള ബന്ധത്തിലും. അപ്പോൾ ദൈവത്തോട് പ്രാഗൽഭ്യമുള്ള വ്യക്തി എങ്ങനെയായിരിക്കും? എന്തെങ്കിലും ദൈവവചനത്തിനെ കുറിച്ച് പറയുന്നുണ്ടോ? 1 യോഹന്നാൻ 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അതിൻ്റെ മുകളിലത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുന്നു, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ. അപ്പോൾ ഹൃദയം കുറ്റപ്പെടുത്തുന്ന ഹൃദയവും കുറ്റപ്പെടുത്താത്ത ഹൃദയവും. 20-ാം വാക്യത്തിൽ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്നാൽ നമ്മുടെ ഹൃദയത്തെ അവൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നാം സേവിക്കാൻ ദൈവത്തെ നമുക്ക് കളിപ്പിക്കാൻ സാധ്യമല്ലല്ലോ. കാരണം സകല ദാവീദ് ശലോമോനോട് പറഞ്ഞ പോലെ ഹൃദയ വിചാരങ്ങളെ എല്ലാം ദൂരത്തു നിന്നറിയുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞല്ലോ, ഹോവേ നീ എന്നെ ശോധന അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതെന്ന് നിനക്കറിയാം, എഴുന്നേൽക്കുന്നു അറിയാം, എൻ്റെ കിടപ്പും നടപ്പും നീ ശോധന ചെയ്യുന്നു. ഞാൻ എൻ്റെ ഒരു കാര്യവും നിനക്ക് മറവായിരിക്കുന്നില്ല, സകലവും തിരുമുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അങ്ങനെയുള്ള ദൈവത്തെയാണ് വേദപുസ്തകം പറയുന്നത്. അങ്ങനെ ദൈവത്തെക്കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിന് മുൻപിൽ സകലവും അറിയുന്ന അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുകളുള്ള പരിശുദ്ധനായ ദൈവത്തിന് മുൻപിൽ നാം നിൽക്കുമ്പോൾ എങ്ങനെ നിൽക്കണം? യോഹന്നാൻ 2 പറഞ്ഞ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ആദ്യം പറയും. എന്നിട്ട് 21-ാം വാക്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അപ്പോൾ വിശ്വാസിക്ക് വേണ്ടത് ഒരു കുറ്റമറ്റ ഹൃദയമാണ്. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ സ്വീകരിക്കുന്നതിലോ ഞാൻ ചെയ്യുന്നതിലോ ഞാൻ പെരുമാറുന്നതിലോ എൻ്റെ പ്രവർത്തനത്തിലോ എൻ്റെ ഇടപാടിലോ ഏതിലെങ്കിലും എൻ്റെ ഹൃദയം എന്നെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു. എന്നാൽ എൻ്റെ ഹൃദയം എന്നെ കുറ്റമറ്റ നിലയിൽ ഹൃദയം എന്നെ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ എനിക്ക് പ്രാഗൽഭ്യമുണ്ട്, ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അല്ലെങ്കിൽ ദൈവവചനത്തെ അനുസരിക്കുന്നതിൽ, ദൈവത്തെ അനുസരിക്കുന്നതിൽ, ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിൽ, ആത്മീയ കാര്യങ്ങളിൽ എല്ലാം ഞാൻ അവൻ്റെ സന്നിധിയിൽ കുറ്റമറ്റവനെങ്കിൽ. പഴയ നിയമത്തിലെ ഒരു ഭക്തൻ പറഞ്ഞത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു സിംഹഗുഹയിലിട്ട ദാനിയേൽ ഒരിക്കലും ഇങ്ങനെ അവിടെ കിടന്നുകൊണ്ട്, കരയ്ക്ക് കയറ്റിയതിന് ശേഷമല്ല, അവിടെ കിടന്നുകൊണ്ട് രാജാവിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, രാജാവേ, നിന്റെ ദാനിയേലിനെ വിടുവിക്കാൻ ദൈവം പ്രാപ്തനായെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതാണ്, അവൻ്റെ മുമ്പിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവേ, തിരുമുമ്പിൽ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. അപ്പോൾ ദൈവത്തോടും മനുഷ്യരോടും കുറ്റപ്പെട്ട മനസ്സാക്ഷി പുലർത്തുന്ന ജീവിതം. ഒരിക്കൽ ഒരു വീഡിയോ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്, കുറ്റമറ്റ ഹൃദയം, കുറ്റമറ്റ മനസ്സാക്ഷി, കുറ്റമറ്റ ജീവിതം എന്ന് ഒരു വീഡിയോ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതാ ഈ വാക്യം അല്ലെങ്കിൽ പ്രാഗൽഭ്യം എന്ന വിഷയം എന്നെ ചിന്തിച്ചപ്പോൾ ആത്മീയ മണ്ഡലത്തിൽ ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രാഗൽഭ്യം. ഇപ്പോൾ എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരാളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ പൊങ്ങച്ചം പറയാനും ജാട പറയാനും ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് പറയാനും ഒരുങ്ങിയാൽ ആ വ്യക്തിയുടെ മുന്നിൽ എനിക്ക് പ്രാഗൽഭ്യമില്ല, എന്നെ അളന്നു കഴിഞ്ഞു. ഇന്ന് നാം ആത്മീയ മണ്ഡലത്തിൽ കേൾക്കുന്നത് എന്താണ്? എങ്ങുമില്ലാത്ത കഥകൾ ഊതിപ്പേൽപ്പിച്ച് താൻ എന്തോ ആണെന്ന് തെളിയിക്കാൻ മനുഷ്യ വ്യക്തിത്വം കൊള്ളുന്നില്ലേ? ഇല്ലാത്ത കാര്യങ്ങൾ, അവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത, സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ, സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും വാക്കിൽ പൊങ്ങച്ചം, വാക്കിൽ എന്തോ ആണെന്ന് പ്രകടിപ്പിക്കാൻ എന്ത് ബന്ധപ്പാടാണ് മനുഷ്യർ കാണിക്കുന്നത്. ഒരു ദൈവാസനം ഒരിക്കൽ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നു, കള്ളം പറയുന്നവർക്ക്
നല്ല ഓർമ്മശക്തി വേണം എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നു. ഇന്ന് നാം കാണുന്നത് ഇതാണ്. ദൈവദേശമില്ലെങ്കിലും കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് ഉണ്ടെന്ന് കാണിച്ച് അതിന് എന്തൊക്കെ പ്രകടനങ്ങൾ കൂടെ എന്തൊക്കെ വരുത്തി കൂട്ടാൻ ശ്രമിക്കുന്ന ദുഃഖകരമായ സ്ഥിതി നാം ആത്മീയ മണ്ഡലത്തിലുണ്ട്. ഹൃദയം കുറ്റം വിധിക്കുന്ന, കുറ്റപ്പെടുന്ന ഹൃദയം. അപ്പോൾ കുറ്റമറ്റ ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. ദൈവസ്ഥാൽ വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാഗൽഭ്യത്തോടെ ദൈവസ്ഥാനിൽ നിൽക്കാം. നമുക്കിത് ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ആ ബന്ധത്തിൽ ഒരു വാക്യം കൂടെ വായിക്കുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം 28-ാം വാക്യം. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. ലജ്ജിച്ചു പോകാതെ ധൈര്യം ഉണ്ടാകും. ഇന്ന് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ പറഞ്ഞ, അല്ലെങ്കിൽ 21-ാം വാക്യത്തിൽ 3-ാം അധ്യായം 21-ാം അധ്യായത്തിൽ വായിച്ചു തന്നെയാണ് അതിൻ്റെ മറ്റൊരു രൂപത്തിൽ പ്രാഗൽഭ്യം വരും ധൈര്യം ഉണ്ടാകണമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ലജ്ജിച്ചു പോകാതെ, ലജ്ജിതരായി തീരാതെ ഒരു വ്യക്തി എപ്പോഴാണ് ലജ്ജിതരാകുന്നത്? ഒരു സംഭവം വേദപുസ്തകത്തിൽ തന്നെ ഉണ്ടല്ലോ. ഈ താലന്തുകളെ കർത്താവ് പറഞ്ഞപ്പോൾ 3 പേരെ അവിടെ കാണാം, 3 ദാസന്മാരെ. ഒരുത്തൻ 5, ഒരുത്തൻ 2, ഒരുത്തൻ 1. 5 താലന്ത് ലഭിച്ചവൻ ലജ്ജിക്കുന്ന മുഖവുമായിട്ടല്ല വരുന്നത്. പിന്നെയോ അവൻ പ്രാഗൽഭ്യത്തോടെ അവൻ വരുന്നു. നീ തന്നതുകൊണ്ട് ഞാൻ 5 നേടി. അടുത്തയാൾ വരുന്നു, നീ തന്നതുകൊണ്ട് 2 തന്നു, ഞാൻ 2 കൂടെ നേടി. 3-ാമത്തെ ആൾ വരുന്നു, നിൻ്റേത് ഞാൻ കുഴിച്ചിട്ടു, നിൻ്റെ തന്നേക്കാം. അവന് പ്രാഗൽഭ്യമില്ല, യജമാൻ്റെ മുന്നിൽ നിൽക്കാൻ പ്രാഗൽഭ്യമില്ല. പ്രാഗൽഭ്യമില്ലാവരും എന്താ, അവൻ യജമാനെ കുറ്റപ്പെടുത്തുന്നു. കർത്താവ് ഉപമയിൽ ദുഷ്ടനും മടിയനുമായ ദാസനെ. കാരണം എന്താണ്? ആ സംബോധന കാരണം അവൻ്റെ ഹൃദയം തന്നെ കുറ്റപ്പെടുത്തുക. അവനൊന്നും ചെയ്തില്ല. അപ്പോൾ സ്വന്തം കുറ്റപ്പെടുത്തൽ മറയ്ക്കാൻ അവൻ ന്യായീകരണം കണ്ടുപിടിക്കുന്നു. ആത്മീയ മണ്ഡലത്തിലും അതല്ലേ. ദൈവവചനത്തിലെ പല ഉപദേശങ്ങളും ഇന്നത്തെ ദൂരെ കളഞ്ഞിട്ട് അതനുസരിക്കാതെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളിലും ആശ്രയിച്ച് അതിൽ നിൽക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ. അനുസരണക്കേടിന് മറുപിടിക്കാൻ. പക്ഷേ ഇതുകൊണ്ട് സംഭവിക്കുന്നത് ദൈവസ്ഥലിൽ അവരുടെ പ്രാഗൽഭ്യം നഷ്ടപ്പെടുന്നു. പൗലോസ്, ഞാൻ ആ വീഡിയോ ചെയ്തതാണ്, അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തോടും മനുഷ്യരോടും മറ്റ മനസ്സാക്ഷി പുലർത്തുവാൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രാഗൽഭ്യം ആവശ്യം, അല്ലെങ്കിൽ ധൈര്യത്തോടെ നിൽക്കാൻ ആവശ്യം. എസ്കേലിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? കാര്യവിചാരൻ്റെ ഉമ്മയിൽ കർത്താവ് പറഞ്ഞെന്താ? അവൻ്റെ വസ്തുവക നാനാവിധമാക്കുന്നു എന്ന് കണ്ടപ്പോൾ അവനെ പിരിച്ചുവിടാൻ ഒരുങ്ങിയപ്പോൾ അവൻ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചത് കർത്താവ് ഉമ്മയെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇതുപോലെ പൊടിക്കൈകൾ കൊണ്ട് തൽക്കാലം നിന്ന് പിഴയ്ക്കാനല്ലേ മനുഷ്യൻ ശ്രമിക്കുന്നത്. യജമാൻ്റെ മുൻപിൽ ഞാൻ കർത്താവിൻ്റെ ദാസനാണ്, അല്ലെങ്കിൽ ഞാൻ കർത്താവിൻ്റെ പൈതലാണ്, എൻ്റെ യജമാൻ്റെ മുൻപിൽ പ്രാഗൽഭ്യത്തോടെ കുറ്റമറ്റ രീതിയിൽ എൻ്റെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ ഹൃദയം കുറ്റപ്പെടുത്തണമെങ്കിൽ കുറ്റബോധം ഉണ്ടായിട്ടാണല്ലോ കുറ്റപ്പെടുത്തുന്നേ. ഞാൻ ശരിയായി ചെയ്തില്ല എന്ന് വരുമ്പോഴാണല്ലോ എൻ്റെ ഹൃദയം കുറ്റപ്പെടുത്തുന്നത്. ഇന്ന് നാം കാണുന്നതെല്ലാം ഇത് തന്നെ. ഇന്നത്തെ പ്രസംഗങ്ങൾ, ഇന്നത്തെ ബന്ധങ്ങൾ, ഇന്നത്തെ പരിപാടികൾ, ഇന്നത്തെ കലാരൂപങ്ങൾ എല്ലാം പ്രാഗൽഭ്യം ഉണ്ടായിട്ടല്ലല്ലോ. സ്റ്റേജിൽ കയറി വലിയ കാര്യങ്ങൾ തട്ടിവിടുന്നു. പക്ഷേ ഹൃദയത്തിൽ പ്രാഗൽഭ്യം ഉണ്ടോ? ജീവിതത്തിൽ ഉണ്ടോ? ഞാൻ സാധാരണ പറയാറുള്ള പോലെ ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. നമ്മൾ സംസാരിക്കുന്ന വാക്കുകളേക്കാൾ ഉച്ചത്തിൽ പ്രവൃത്തി സംസാരിക്കുന്നു. ഇന്ന് ദൈവവചനത്തിലെ ഉപദേശങ്ങൾ, ദൈവവചനത്തിലെ വേർപാട് അനുസരിക്കാനുള്ളതല്ല, മറ്റുള്ളവരോട് പറയാൻ മാത്രം എന്നെ നോക്കരുത്.
അങ്ങോട്ട് നോക്കുകയോ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഉള്ളത്. എന്നെ നോക്കുന്നവരെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കുന്നോ, ഞാൻ കർത്താവിനെ അനുസരിക്കുന്നോ, ആ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തെസ്സലോനിക്ക വിശ്വാസിയുടെ ലക്ഷണങ്ങൾ അവിടെ പറഞ്ഞപ്പോൾ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. കഴിഞ്ഞ 2 വീഡിയോകളും ഉണ്ടല്ലോ. വിശ്വസിക്കുന്നവൻ ആശ്രയിക്കും, വിശ്വസിക്കുന്നവൻ അനുസരിക്കും, വിശ്വസിക്കുന്നവൻ സ്നേഹിക്കും, വിശ്വസിക്കുന്നവൻ കാത്തിരിക്കും, വിശ്വസിക്കുന്നവൻ അനുകരിക്കും. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ധൈര്യമായി കുറ്റമറ്റവരായി ദൈവത്തിന് നിൽക്കാം. സാമ്പത്തിക കാര്യങ്ങൾ വിശ്വസ്തയില്ലാതെ, സംസാരത്തിൽ വാക്കിൽ വിശ്വസ്തയില്ലാതെ, ഇടപാടിൽ വിശ്വസ്തയില്ലാതെ, ബന്ധങ്ങളിൽ വിശ്വസ്തയില്ലാതെ ഞാൻ ദൈവമില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പോൾ നമുക്ക് വേണ്ടത് പ്രാഗൽഭ്യം ഉണ്ടാകണമെങ്കിൽ നമുക്ക് കുറ്റമറ്റ ഹൃദയം വേണം. ദൈവത്തോട് പ്രാഗൽഭ്യം ഉണ്ടാകണമെങ്കിൽ നമുക്ക് കുറ്റമറ്റ ഹൃദയം വേണം. ദൈവത്തോട് പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ മനുഷ്യരോട് പ്രാഗൽഭ്യം ഉണ്ട്. മനുഷ്യരോട് പ്രാഗൽഭ്യം അല്ലെങ്കിൽ മനുഷ്യരുടെ മുൻപിൽ വളരെ നീതിമാനും നല്ലവനും ഒക്കെ ആയിട്ട് ഷോ കാണിച്ച് നടന്നാൽ ദൈവസേനയിൽ ഹൃദയം കുറ്റപ്പെടുത്തുന്നതെങ്കിൽ യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഈ നാളുകളിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടത് പ്രാഗൽഭ്യമുള്ള ഹൃദയം. ഈ 4 മാത്രമല്ല, യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാമത്തെയും 17-ാം വാക്യത്തിൽ വേറെ രീതിയിലാണ് പറയുന്നത്. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. ന്യായവിധി ദിവസം ഇവിടെ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ഇവിടെ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ന്യായവിധി ദിവസം. ഞാൻ അതിൻ്റെ വേദശാസ്ത്രപരമായ വശങ്ങളിലേക്ക് കടക്കുന്നില്ല. പ്ലെയിൻ മീനിങ്ങിൽ, സന്ദർഭത്തിന് ആ പ്ലെയിൻ മീനിങ്ങിൽ എടുക്കുന്നതേ ഉള്ളൂ. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകാൻ, ഞാൻ പറഞ്ഞ പോലെ, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ, നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ എന്ന് വാചകം അടിക്കുന്ന, വലിയ വായിൽ പലതും പറയുന്ന, ആത്മപ്രശംസ ചെയ്യുന്ന പലരും കാര്യം തീർക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ ധൈര്യത്തോടെ നിൽക്കുമോ? ഞാൻ ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങണം എന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്നാ പല അവകാശവാദങ്ങൾ കേട്ട് ഞാൻ ചിരിച്ചു പോകാറുണ്ട്. ഒരിക്കൽ ഒരാൾ പറഞ്ഞത് ഞാൻ ഏതോ വീഡിയോയിൽ പങ്കുവച്ചാണ്. ഞാൻ ഹിമാലയത്തിൽ കൂടെ 32 അടി കനമുള്ള മഞ്ഞിൻ്റെ മുകളിൽ ചെരിപ്പിടാതെ നടന്നു. അത് കേട്ട സ്വോത്രം പറയാൻ ആളുണ്ട്. വേറൊരാൾ പ്രസംഗിച്ചു, എൻ്റെ ഭർത്താവ് മരിച്ചതിൻ്റെ 7-ാം ദിവസം ഞാനങ്ങോട്ട് എഴുന്നേറ്റ് പ്രസംഗിച്ചു, 3000 പേര് രക്ഷിക്കപ്പെട്ടു. അത് കേൾക്കും പെന്തിക്കോസ്തുകാർ ഹല്ലേലൂയ എന്ന് പറയും. ഇത് നടന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞ 2 സംഭവം നടന്ന കാര്യങ്ങളാണ്. 3 പേര് രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതുപോലെ തന്നെയല്ലേ ഇന്ന് നടക്കുന്ന അവകാശവാദങ്ങളെല്ലാം? എന്തൊക്കെയാണ് ഇത്? കർത്താവ് കാണുന്നെന്നും ഇത് ദൈവസേനയിൽ കണക്ക് കൊടുക്കണമെന്നും ചിന്തയുണ്ടോ? പലരും പറയുന്നേക്കാം, ഞാൻ മറ്റൊരു സ്ഥലത്തായിരുന്നപ്പോൾ വലിയ അത്ഭുതം നടന്നു, രോഗി സുഖമായി. പക്ഷേ ഇവിടെ എന്താ നടക്കാത്തേ? ഇന്നലെ പ്രവർത്തിച്ച ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കാൻ കഴിയില്ലേ? ഇതെല്ലാം കാണിക്കുന്നത് അവർക്ക് പ്രാഗൽഭ്യമില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. മാത്രമല്ല, വാക്കൊന്നും പ്രവൃത്തിയൊന്നും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ പ്രവൃത്തി സംസാരിക്കുന്നു. അപ്പം നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വാക്കും രണ്ടെങ്കിൽ ദൈവസേനയിൽ നാം കപടക്കാരാണ്, കപട നാട്യക്കാരാണ്. നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യം ഉണ്ടാകത്തില്ല. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വെച്ചുകൊണ്ടിരിക്കുക. കുറ്റമറ്റ ഹൃദയം ഉണ്ടെങ്കിലേ പ്രാഗൽഭ്യത്തോട് നിൽക്കാൻ കഴിയുള്ളൂ, എന്നെ നോക്കെന്ന് പറയാൻ കഴിയുള്ളൂ. നമുക്ക് ഇന്നാൾ സാധിക്കുമോ? ഇല്ല എങ്കിൽ നാം പറയുന്നത് വെറുതെയാണ്. ഇന്ന് ആത്മീയ മണ്ഡലത്തിന് പറ്റിയിരിക്കുന്ന അപകടവും അത് തന്നെയാണ്. കുറേ ശബ്ദഘോഷം കൊണ്ടോ, വാദ്യോപകരണങ്ങൾ കൊണ്ടോ, ബഹളം കൊണ്ടോ ജനത്തെ വൈകാരിക തലത്തിലാക്കി, ഉന്മാദാവസ്ഥയിലാക്കി, വല്ലാതെ അവരെ വശീകരിച്ച് ഒരു കപടമായ
അവസ്ഥയിൽ ആക്കി വയ്ക്കുന്നതല്ലേ ഇന്ന് നാം കാണുന്നു. ആർത്തിൽ വരുമ്പോൾ ജനത്തെ വഞ്ചിക്കല്ലേ. ദൈവവചനത്തിലെ വ്യക്തമായ സത്യങ്ങൾ, കർത്താവ് പറഞ്ഞ ഉപദേശം മാറ്റി വച്ചിട്ട്, അല്ലെങ്കിൽ അതിനെ വേണ്ടതുപോലെ ജനത്തെ പഠിപ്പിക്കാതെ മനുഷ്യരുടെ പ്രീതി പിടിച്ചു പറ്റുമ്പോൾ നാം ചെയ്യുന്നത് ശരിക്കു പറഞ്ഞാൽ കാപട്യമല്ലേ, മറ്റുള്ളവരെ പറ്റിക്കല്ലേ. കർത്താവ് സംസാരിച്ചപ്പോഴൊക്കെ പിതാവിൽ നിന്ന് എന്ത് കേട്ടോ അതുപോലെ പറഞ്ഞല്ലോ. മോശയ്ക്ക് ദൈവം കൽപ്പന കൊടുത്തപ്പോൾ അതുപോലെ വന്ന് ജനത്തോട് പറഞ്ഞല്ലോ. പൗലോസ് എഫെസോസിലെ സഭയോട് പറഞ്ഞ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ പ്രാഗൽഭ്യത്തോടെ എനിക്ക് പ്രസംഗിക്കണം. അതിന് എനിക്ക് വചനം കിട്ടണം. വചനം കിട്ടുക മാത്രമല്ല, അത് പ്രസംഗിക്കുമ്പോൾ എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയണം. പ്രാഗൽഭ്യം, തികഞ്ഞ പ്രാഗൽഭ്യം. ഇന്ന് പല ഉദ്ധരിക്കുന്നൊരു വാക്യമാണ് 2 ദിവസം 4-ാം അധ്യായത്തിൽ നിന്ന്. ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. മറ്റുള്ളവരെ കുറിച്ചാണ് പറയുക, തന്നെ കുറിച്ച് പറയാമോ? നാം വിശ്വാസം കാക്കുന്നുണ്ടോ? വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ? വിശ്വാസം മുറുകെ പിടിക്കുന്നുണ്ടോ? വിശ്വാസത്തിന് നല്ലപോലെ പൊരുതുന്നുണ്ടോ? എന്തും വിശ്വാസം ത്യജിക്കാതെ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നോ? അതൊന്നും ചിന്തിക്കത്തില്ല. ചുരുക്കി പറഞ്ഞാൽ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ട, ധൈര്യമായി നിൽക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തിലല്ലേ നാം കഴിയുന്നത്. അപ്പോൾ ആ ബന്ധത്തിൽ പൗലോസ് പറയും, ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോട് സംസാരിക്കുന്നു, ഞങ്ങൾക്കൊരു സങ്കോചവുമില്ല, ഞങ്ങൾ ചൂളിപ്പോകുന്നില്ല. മാത്രമല്ല അപ്പോസ്തലർ പ്രവൃത്തി 28-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ ഒരു അനുഭവം കാണാം. ഏതാണ്ട് റോമിലെത്തിയതിന് ശേഷം 2 വർഷത്തോളം അവിടെ താമസിച്ചപ്പോൾ പുറത്തു പോകാൻ സ്വാതന്ത്ര്യമില്ല. എനിക്ക് കാവലായ പട്ടാളക്കാരനോട് കൂടിയാണ് താൻ താമസിച്ചത്. ഇങ്ങനെ അതിൻ്റെ അവസാനത്തെ 2 വാക്യം ശ്രദ്ധിക്കണം. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തൻ്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. അവിടെ താമസിക്കുമ്പോൾ തടവുകാരനാണ്. അവൻ തടവുകാരനായിട്ടാണ് അവിടെ എത്തിയത്. പൗലോസിൻ്റെ വീട്ടിൽ ആര് വന്നാലും ഒരാൾ കൂടെ കാണും, കാവൽക്കാരനവിടെ, കാവലായ പട്ടാളക്കാരനുണ്ട്. പക്ഷേ മറ്റുള്ളവരെ കണ്ണിൽ അവൻ കുറ്റക്കാരനാണ്, കയ്യിൽ ചങ്ങലയുമുണ്ട്. തൻ്റെ അടുക്കൽ ആര് വന്നാലും പൗലോസിന് ലജ്ജയുമില്ല, കാരണം പൂർണ്ണ പ്രാഗൽഭ്യമാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ അവൻ പറഞ്ഞത്, എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിൽ ഒക്കെയും പ്രസിദ്ധമായി. പിന്നെ അവൻ പറഞ്ഞു, അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരനെ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ഇതൊക്കെ സഹിച്ചാലും പൗലോസിനൊരു കുലുക്കവുമില്ല, പൂർണ്ണ പ്രാഗൽഭ്യം. കാരണം എന്താ? അവൻ്റെ ഹൃദയം കുറ്റമറ്റതാണ്, ദൈവസ്ഥൽ കുറ്റമറ്റതാണ്. കർത്താവിന് വേണ്ടി സത്യനിമിത്തം. അപ്പോൾ ആര് വന്നാലും ഒരു വിഘ്നവുമില്ലാതെ അവനെ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. ജീവിത സാധാരണ ഒരു ചെറിയ പ്രതികൂലത്തിൽ കൂടോ, കഷ്ടത്തിൽ കൂടോ, വിഷമത്തിൽ കൂടോ, ദാരിദ്ര്യത്തിൽ കൂടോ ഒക്കെ കടന്നു പോകുന്ന പല ആളുകൾക്കും അത് അല്ലാത്ത ആളുകളെ കാണുമ്പോൾ ഒരു ചെറിയ സങ്കോചം തോന്നാം. പക്ഷേ യഥാർത്ഥ ദൈവത്തിന് അതിലും സന്തോഷിക്കുക ചെയ്യുക. ഒരു സങ്കോചത്തിനും ആവശ്യമില്ല. കാരണം ദൈവവുമായി കുറ്റമറ്റ ബന്ധമുണ്ടല്ലോ. ഹൃദയം ദൈവസ്ഥൽ കുറ്റമറ്റതാണല്ലോ. എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നത് 2-5-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ, ശരീരത്തിലിരുന്നാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. കർത്താവിനെ പ്രസാദിപ്പിക്കാൻ അങ്ങനെയുള്ള ദൈവസ്ഥൽ ഹൃദയം കുറ്റമറ്റതാണ്. അവർക്ക് പൂർണ്ണ പ്രാഗൽഭ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ നാളുകൾ വേണ്ടത് പൂർണ്ണ പ്രാഗൽഭ്യം. നാം എന്ത് ചെയ്താലും, പ്രസംഗിച്ചാലും, ജീവിച്ചാലും, പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടാലും നാം പ്രാഗൽഭ്യത്തോടെ ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മെ നന്നായിട്ട് അറിയുന്ന ഒരാളുടെ മുൻപിൽ നമ്മൾ വീരവാദം മുഴക്കാൻ ഒരുങ്ങിയില്ല. കാരണം അവർക്ക് നമ്മെ അറിയാം, നാം എന്താണെന്ന് അറിയാം. ഇപ്പോൾ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത
നന്നായിട്ട് അറിയുന്ന ഒരാളുടെ മുന്നിൽ ഞാൻ പീച്ചിരിക്കാരനാണെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കത്തേ ഉള്ളൂ. എൻ്റെ വരുമാനം നന്നായിട്ട് അറിയുന്ന ആളിന് എനിക്ക് വലിയ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പൊങ്ങച്ചം പറഞ്ഞാൽ അവർ ചിരിക്കത്തേ ഉള്ളൂ. അവരുടെ മുൻപിൽ എൻ്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നാം പ്രാഗൽഭ്യമുള്ളവരോ ദൈവത്തോടും മനുഷ്യന് മുമ്പിൽ നൂർന്നു നിന്ന് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോട് സംസാരിക്കാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ നമ്മുടെ വാക്കിന് വിലയുണ്ട്. സാധാരണ പലരെക്കുറിച്ചും പറയാറില്ലേ, ആളിനെ സൂക്ഷിക്കണേ, ആൾ പറയുന്നതിൽ കഥയൊന്നുമില്ല എന്ന് പലരെക്കുറിച്ചും പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. നമ്മളെക്കുറിച്ച് അങ്ങനെ പറയുന്നെങ്കിൽ നമ്മുടെ പ്രാഗൽഭ്യം പോയി. പിന്നെ നാം എന്തു പറഞ്ഞാലും സമൂഹം നമ്മെ അംഗീകരിക്കത്തില്ല. നാം പറഞ്ഞുകൊണ്ട് നടക്കും. ഇന്ന് ഇതല്ലേ ആത്മീയ മണ്ഡലത്തിലും മറ്റിരിക്കുന്നത്. ജീവിതത്തിലില്ലാതെ വെറും സിദ്ധാന്തം മാത്രം അടിച്ചുവിടുമ്പോൾ ലോകം അംഗീകരിക്കത്തില്ല. ഇപ്പോൾ കുറ്റമറ്റ ഹൃദയമുള്ളവരായി, പ്രത്യാശയുള്ളവരായി, ചങ്ങല ധരിച്ചുകൊണ്ടും കർത്താവിന് വേണ്ടിയാണെന്നുള്ള ബോധ്യത്തോടെ പ്രാഗൽഭ്യത്തോടെ നാം നിലകൊണ്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ വാക്കിന് വിലയുണ്ട്, നമ്മുടെ ജീവിതത്തിന് വിലയുണ്ട്. കർത്താവ് നമ്മെ മാനിക്കും. ഇന്ന് നമുക്ക് വേണ്ടത് അതാണ്. പ്രാഗൽഭ്യമില്ലാതെ എന്തെങ്കിലും പറഞ്ഞ് തൽക്കാലം നിന്നു പഴിക്കാനുള്ള പരിപാടി നാം കാണിച്ചാൽ നാം ലജ്ജിതരാകും, ഇളിഭ്യരാകും, മറ്റുള്ളവരുടെ മുൻപിൽ പരിഹാസപാത്രമാകും. അപ്പോൾ പൗലോസിന്റെ അനുഭവത്തിൽ നിന്ന് അവൻ എത്ര ധൈര്യമായിട്ടാണ് പറഞ്ഞത്, ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വെറും പ്രാഗൽഭ്യമൊന്നുമല്ല, വളരെ പ്രാഗൽഭ്യത്തോട് സംസാരിക്കുന്നു. വളരെ പ്രാഗൽഭ്യം. നമുക്കിത് പറയാൻ കഴിയുമോ? നമ്മുടെ ജീവിതം ദൈവത്തിൽ പ്രാഗൽഭ്യമുണ്ടെന്ന് പറയാനുണ്ടോ? നമ്മുടെ സമീപനം, നമ്മുടെ ജീവിതം സമൂഹം നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, നമുക്ക് അടുക്കാൻ കൊള്ളത്തില്ല എന്ന് പറയുമോ? അതോ പറയുന്ന പോലെ ജീവിക്കുന്ന ദൈവത്തിൽ എന്ന് പറയുമോ? ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് കുറ്റമറ്റ ഹൃദയം, ദൈവത്തോട് പ്രാഗൽഭ്യമുള്ള ഹൃദയം. അല്ലെങ്കിൽ ഒന്നാമത് ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിന് കീഴ്പ്പെടുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവശബ്ദം കേൾക്കുന്ന, എന്തോ വന്നാലും ദൈവത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അവനെ അനുസരിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം പ്രാഗൽഭ്യമുള്ളതാകും. ദൈവത്തോട് നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ എതിർ നിന്നാലും നമുക്ക് ഭയപ്പെടുവാനില്ല. കാരണം ദൈവത്തോട് പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ മനുഷ്യരോടുമുണ്ട്. ഇന്ന് നേരെ മറിച്ചാണ്. മനുഷ്യരുടെ മുൻപിൽ നല്ല മുഖം കാണിക്കാൻ, ഫെയർ ഷോ കാണിക്കാൻ, മനുഷ്യരുടെ മുൻപിൽ നല്ല പിള്ള ചമയാൻ ശ്രമിക്കുന്നവർ ദൈവസേനയിൽ കുറ്റവാളികളാകുന്നു, കുറ്റക്കാരായി മാറുന്നു. നമുക്കത് വരാതിരിക്കട്ടെ. പ്രാഗൽഭ്യമുള്ളവരായി, ധൈര്യമുള്ളവരായി, തമ്മിൽ ആ വാക്കിന് ധൈര്യം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ധൈര്യമുള്ളവരായി, ഉറപ്പുള്ളവരായി, ഒരിക്കലും കുലുങ്ങാതെ നാം വിശ്വസിക്കുന്നതിൽ ഉറച്ച മനസ്സോടെ, നല്ല പ്രത്യാശയോടെ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. നാം സംസാരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ നോക്കെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നിൽ പ്രവർത്തിച്ചവർ, ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരാളിനെ ആ ആള് നിന്നെ സഹായിക്കുമെന്ന് മറ്റൊരാളിനോട് പറയുന്നത് എത്ര മണ്ടത്തരമാണ്. തീർച്ചയായിട്ടും ചോദിക്കാം, അങ്ങനെയാണ് എന്തുകൊണ്ട് അവൻ നിന്നെ സഹായിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാതെ എന്താണെന്ന് മറ്റൊരാൾ ചിന്തിക്കാൻ തിരിച്ചു ചോദിക്കും. എന്നാൽ എന്നെ മാറ്റിയവൻ, എൻ്റെ സ്വഭാവത്തെ മാറ്റിയവൻ, എൻ്റെ ജീവിതത്തെ നടത്തുന്നവൻ, ഇന്നുവനിൽ വസിക്കുന്നവൻ, എന്നെ രൂപാന്തരപ്പെടുത്തുന്നവൻ, എന്നെ മാറ്റിയവൻ, എൻ്റെ വലങ്കയ്ക്ക് പിടിച്ചവൻ, എനിക്ക് ആലോചന പറയുന്നവൻ എൻ്റെ കൂടെ ഉണ്ട്. ഈ ദൈവം എന്നേക്കും എൻ്റെ ദൈവമാണ്. അവൻ എന്നെ ഒരിക്കലും കീഴത്തില്ല, ജീവനവനെ വഴി നടത്തും എന്ന ജീവിതാനുഭവത്തിൽ നിന്ന് പറയാൻ കഴിഞ്ഞാൽ ദൈവത്തോട് എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. അത് മറ്റുള്ളവരെ സ്വാധീനിക്കും. ഇല്ല എങ്കിൽ ഇന്ന് കാണുന്ന ഇതാണ്, എന്തോ പറഞ്ഞ് ആളുകളെയൊക്കെ ഇളക്കി വല്ലാത്തൊരവസ്ഥയെ കൊണ്ടെത്തിച്ച് ദിവസം പറഞ്ഞ പോലെ നിന്നെ തന്നെ ഉപദേശിച്ച് സൂക്ഷിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നീ പോയി, നിന്റെ കാര്യം പോയി
എൻ്റെ ഭാഷയെ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിന്നത്തിനെ ഉദ്ദേശിച്ച് സൂക്ഷിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നതിനെ രക്ഷിക്കും. എന്നാൽ ഞാൻ പറയുക, അങ്ങനെ ചെയ്തില്ലെങ്കിലോ, നിന്നത്തിനെ ഉപദേശിച്ച് സൂക്ഷിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിന്നെയും നശിപ്പിക്കും, നിന്റെ പ്രസംഗം കേൾക്കുന്നതിനും നശിപ്പിക്കും. എൻ്റെ വഴിയിൽ ആത്മഹത്യയും കൊലപാതകവും ഇന്ന് ഇതല്ലേ നടക്കുന്നേ. മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്ന രീതിയിൽ നമ്മുടെ ഉപദേശം മാറിയാൽ എത്ര. അപ്പോൾ നമുക്ക് വേണ്ടത് പ്രാഗൽഭ്യമുള്ള ഹൃദയം. നാം പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന, എന്നെ നോക്കുന്ന, ധൈര്യമായി പറയാൻ കഴിയുന്ന ക്രിസ്തീയം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശക്തിയുടെ മുൻപിൽ നമുക്ക് കുനിയേണ്ടി വരത്തില്ല. നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ സാധിക്കും. ഈ നാളുകൾ ദൈവമക്കളായി നമുക്കത് വേണ്ടേ. നല്ല പ്രാഗൽഭ്യത്തോടെ, ഏത് കാര്യത്തിലും നല്ല പ്രാഗൽഭ്യത്തോടെ നാം നിലകൊണ്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ധന്യമായി. പൗലോസിൻ്റെ അനുഭവം ഒന്നുകൂടെ പറയട്ടെ. ചങ്ങല ധരിച്ച് റോമിൽ സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്തവനായിരിക്കുമ്പോൾ പൗലോസിനെ കുറിച്ച് പറയുന്നത് ഇതാണ്: അവൻ പ്രാഗൽഭ്യത്തോടെ തൻ്റെ അടുക്കൽ വരുന്നവരോടെല്ലാം അവന് ഒരു കാര്യം പറയാനുണ്ട്. വിഘ്നം കൂടാതെ, തടസ്സം കൂടാതെ അവൻ സംസാരിച്ചു. കർത്താവിനെ ഉയർത്തി അനേകർ അതുമൂലം കർത്താവിനെ കണ്ടെത്തി. അവൻ അത് മാത്രമല്ല, ആ സമയത്താണല്ലോ പല വിലപ്പെട്ട ലേഖനങ്ങളും എഴുതാനിടയായതും ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ചു. അതുപോലെ കർത്താവിന് വേണ്ടി നിലനിന്ന ഒരു കാരണവശാലും ഒരു അല്പ കളിഞ്ചു പോലും പത്യോപദേശം വിട്ടുകളയാതെ ഉപദേശം മുറുകെ പിടിച്ച് അവൻ്റെ ഭാഗത്ത് നിൽക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മെ മാനിക്കും. അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഇവിധം പ്രത്യാശയുള്ളവരായി നിങ്ങൾ പ്രാഗൽഭ്യത്തോട് സംസാരിക്കുന്നു. പ്രാഗൽഭ്യത്തോട് സംസാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പറയാൻ കഴിയും. ഞാൻ സംസാരിക്കുന്ന പ്രാഗൽഭ്യം, തികഞ്ഞ പ്രാഗൽഭ്യം എനിക്കുണ്ടാകുന്ന നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തകരാറുണ്ട്. അവയെ കണ്ടുപിടിച്ച് ദൈവത്തിൽ ക്രമപ്പെടാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്നേഹവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വിധം പ്രത്യാശയുള്ളവരായി നിങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോട് സംസാരിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറഞ്ഞ വാക്യത്തെ അടിസ്ഥാനമാക്കി ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ഇടയാക്കിയതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ഹൃദയം ഞങ്ങളെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ അങ്ങോട്ട് പ്രാഗൽഭ്യം ഞങ്ങൾക്കില്ലല്ലോ. കുറ്റമറ്റ ഹൃദയം ഞങ്ങൾക്കുണ്ടെങ്കിൽ അതാ അങ്ങോട്ട് പ്രാഗൽഭ്യമുണ്ടല്ലോ. അങ്ങോട്ട് പ്രാഗൽഭ്യമുള്ള മനുഷ്യരോട് പ്രാഗൽഭ്യം ഉണ്ടായിരിക്കുമല്ലോ. ഇന്നത്തെ നിർഭാഗ്യകരമായ അവസ്ഥ വിട്ട് യഥാർത്ഥമായി പ്രാഗൽഭ്യമുള്ളവരായി, ഹൃദയത്തിൽ പ്രാഗൽഭ്യമുള്ള, സംസാരത്തിൽ പ്രാഗൽഭ്യമുള്ള, ജീവിതത്തിൽ പ്രാഗൽഭ്യമുള്ള അനുഭവത്തിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഉണർത്തണമേ. കർത്താവെ, നാഥ, ഒരു ചൂളിപ്പോകുന്നവരായിട്ടല്ല, പ്രാഗൽഭ്യമുള്ളവരായി നിൽക്കുവാൻ അവിടുന്ന് കൃപ ചെയ്താണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.